Hi dears, welcome back to our class. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോയാലോ. സിൻഡ്രല എന്നുള്ള ചാപ്റ്റർ ആണ് ഇന്ന് എടുത്തത് അല്ലേ. Who does all the works at home? നിങ്ങളുടെ വീട്ടിൽ ആരാണ് എല്ലാ ജോലികളും ചെയ്യുന്നത്? What kind of work do you do? നിങ്ങൾ ഏത് തരത്തിലുള്ള ജോലികളാണ് നിങ്ങൾ ചെയ്യാറുള്ളത്? Imagine that you have to do all the household works alone. How will it be? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ വീട്ടിലത്തെ എല്ലാ ജോലികളും നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും അത്? Or think of such a girl who does all domestic work without having proper food, clothing, etc. അപ്പം നിങ്ങളുടെ കാര്യം ആലോചിച്ചിട്ടില്ലേ? വേറെ ആരെങ്കിലും കുറിച്ചിട്ട് ആലോചിക്കുക. വീട്ടിലത്തെ എല്ലാ പണികളും ആ ഒരു കുട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൾക്കാണെങ്കിൽ കഴിക്കാൻ ഭക്ഷണമില്ല. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അങ്ങനത്തെ ഒരു കുട്ടിയുടെ കഥയാണ് കേട്ടോ. The Cinder Girl. Once upon a time, there was a rich man who lived happily with his wife and daughter. ഒരിടത്തൊരിടത്ത് ഒരു സമയത്ത് എന്താണ്? There was a rich man. അവിടെ ഒരു നല്ല പണക്കാരനായ ഒരാൾ താമസിച്ചിരുന്നു. Who lived happily with his wife and daughter. അവരുടെ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം നല്ല സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. One day, his wife fell sick. ഒരു ദിവസം അയാളുടെ വൈഫിന് അസുഖം വന്നു. When she felt that her end was drawing near, she called her only daughter near her and said, അവളുടെ അവസാനം ഏതായാലും അടുത്തു എന്നുള്ള സമയം, അതായത് മരിക്കാൻ പോവുക എന്നുള്ള സമയത്ത് എത്തിയപ്പോൾ അവളുടെ ഒരേ ഒരു ഡോട്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, Dear child, be good and pious, and God will always take care of you. I will look upon you from heaven and will be with you. മോളെ, നീ നല്ല ഒരു കുട്ടിയായിട്ട് വളരണം. അതുകൊണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും? ആ ദൈവം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. I will look upon you from heaven. ഞാൻ നിന്നെ സ്വർഗത്തിൽ ഇരുന്നിട്ട് നോക്കുന്നുണ്ടായിരിക്കും. Okay. And will be with you. നിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. What advice did the dying mother give her daughter? എന്ത് അഡ്വൈസ് ആണ് കൊടുത്തത്? ഇതന്നെ അല്ലേ. എന്താണ്? Be good and pious and God will always take care of you. I will look upon you from heaven and will be with you. അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു അഡ്വൈസ് മകൾക്ക് കൊടുത്തു. Then she closed her eyes forever. അതിനുശേഷം എന്ത് സംഭവിച്ചു? അവളുടെ കണ്ണുകൾ അടച്ചു, അതായത് മരിച്ചു. The maiden went every day to her mother's grave and wept and remained pious and good. അപ്പോൾ അമ്മ പറഞ്ഞ പോലെ മകള് ഇന്നും ഗ്രേവ് യാർഡിലേക്ക് പോവും, കരയും, അതുപോലെ തന്നെ നല്ല കുട്ടിയായിട്ട് ജീവിക്കായിരുന്നു. When winter came, the snow covered the grave with a white covering. Then the sun came in the early spring and melted it away. അതിനുശേഷം സൺ കെയിം, അതായത് വെൻ വിന്റർ കെയിം, വിന്റർ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? സ്നോ കവേർഡ് ദ ഗ്രേവ് വിത്ത് എ വൈറ്റ് കവറിങ്. ഒരു സ്നോ കവേർഡ്, അതായത് ആ ഗ്രേവ് ഉണ്ടല്ലോ, ഗ്രേവിൽ എന്ത് ചെയ്തു? ആകെ മൊത്തം സ്നോ കവർ ചെയ്തു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ സൺ വന്ന് അതൊക്കെ മെൽറ്റ് ചെയ്തു. ഓക്കെ, വാട്ടറായി മാറി. സൂൺ സിൻഡ്രലാസ് ഫാദർ മാരീഡ് അഗെയിൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സിൻഡ്രലയുടെ അച്ഛൻ രണ്ടാമതും വിവാഹം കഴിച്ചു. The new wife was a proud and unkind man. രണ്ടാമത് വിവാഹം കഴിച്ച ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് പ്രൗഡ് ആൻഡ് അൺകൈൻഡ് മാൻ, അതായത് നല്ല പ്രൗഡ് ആയിട്ടുള്ള ഒരു അഹങ്കാരിയായിട്ടുള്ള ഒരു വൈഫായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരോടും ഭയങ്കര ഒരു ദയയില്ലാത്ത ഒരു വുമൺ ആയിരുന്നു. What happened to the mother's grave when winter came? എന്ത് സംഭവിച്ചു മദേഴ്സ് ഗ്രേവില്?
The snow covered the grave, with a white covering. Okay. The new wife brought her 2 daughters along with her. Though they were beautiful and fair in appearance at heart, they were wicked and ugly. ആ പുതിയ വൈഫ് അവരുടെ 2 ഡോട്ടേഴ്സിനെയും കൂടി കൊണ്ടുവന്നു. ദോ ദേ വർ ബ്യൂട്ടിഫുൾ, അവര് ഭംഗിയുള്ളതൊക്കെ ആയിരുന്നു, പക്ഷേ അവരുടെ ഹൃദയത്തിൽ അവര് ഭയങ്കര അഗ്ലി ആയിരുന്നു. അതായത് തീരെ ഭംഗിയില്ലാത്ത ആൾക്കാരായിരുന്നു. And then began the evil times for the poor girl. And then began the evil times. അവര് വന്നപ്പോ ഈ ഒരു കുട്ടിയുടെ കഷ്ടകാലം തുടങ്ങി. Is the stupid creature to sit in the same room with us? Asked they. ഇവള് ഞങ്ങളുടെ കൂടെയാണോ ഇരിക്കുന്നത്? ഞങ്ങളുടെ റൂമിലാണോ ഇവൾ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. Those who eat food must earn it. She is nothing but a kitchen maid. ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവര് ഏൺ ചെയ്യും വേണം. ഓക്കെ, ഇവള് ഒരു അടുക്കളക്കാരിയാണെന്ന് അവര് പറയാൻ തുടങ്ങി. They took away her pretty dresses and forced her to put on an old grey one. അവളുടെ പുതിയ ഡ്രസ്സ്, നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് പഴയ ഡ്രസ്സ് അവൾക്ക് കൊടുത്തു. They also gave her wooden shoes to wear. മരത്തിന്റെ ഷൂസ് ധരിക്കാൻ കൊടുത്തു. The stepsisters laughed at her. അവളുടെ സ്റ്റെപ്സിസ്റ്റേഴ്സ് അവളെ നോക്കി കളിയാക്കി ചിരിച്ചു. And sent her to the kitchen. എന്നിട്ട് എന്ത് ചെയ്തു? അവളെ കിച്ചണിലേക്ക് പറഞ്ഞയച്ചു. The stepsisters laughed at her and sent her to the kitchen. There she was made to do heavy work from morning to night and get up early in the morning, draw water, make the fire, cook and wash. അപ്പോൾ അവൾക്ക് ഒരുപാട് ജോലികൾ കൊടുത്തു, ഹെവി വർക്ക് കൊടുത്തു. എന്തൊക്കെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്? രാവിലെ തന്നെ എണീക്കണം അല്ലെ, ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഡ്രോ വാട്ടർ, വെള്ളം കോരണം, പിന്നെ മേക്ക് ദ ഫയർ, കുക്ക് ആൻഡ് വാഷ്, കുക്ക് ചെയ്യണം, വാഷ് ചെയ്യണം, തീ കത്തിക്കണം. ഇതൊക്കെയായിരുന്നു ഇവളുടെ വർക്ക്. In the evenings she was quite tired after the day's hard work. ഈവനിങ്ങിൽ എന്താണ്? she was very tired after the day's hard work. അവള് ഭയങ്കര ക്ഷീണിച്ച് കിടക്കാൻ തുടങ്ങി. As she had no bed to lie upon, she had to rest on the hearth among the cinders. അതായത് അവൾക്ക് കിടക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല, റെസ്റ്റ് ചെയ്യാൻ ബെഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവൾക്ക് സിൻഡേഴ്സിന്റെ ഒപ്പം വേണമായിരുന്നു കിടക്കാനായിട്ട്. അതായത് വിളക്കുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ കരി പിടിച്ചിട്ടുള്ള ആ ഒരു സ്ഥലമായിരുന്നു അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. She always looked dusty and dirty as she slept in the cinders, so they named her Cinderella. അവള് ആ ഒരു വിളക്കിന്റെ ഒക്കെ കരിയൊക്കെ പിടിച്ച സ്ഥലത്ത് കിടക്കുന്നത് കൊണ്ട് അവള് വെരി ഡസ്റ്റിയും ഡേർട്ടിയുമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് സിൻഡ്രല എന്ന് പേരിട്ടു. One day the young prince of the land invited all the young girls of the kingdom to a ball, planning to choose his princess from amongst them. ഒരു ദിവസം ആ നാട്ടിലെ രാജകുമാരൻ എല്ലാ പെൺകുട്ടികളെയും ബോളിന് വേണ്ടി ക്ഷണിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്? അവന്റെ വൈഫിനെ അല്ലെങ്കിൽ പ്രിൻസസിനെ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. Cinderella's sisters were delighted on hearing this invitation. സിൻഡ്രലയുടെ സിസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര സന്തോഷിച്ചു ഈ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ. They selected the best gowns, they dressed their hairs, but they were not taking Cinderella with them. അവരവരുടെ ബെസ്റ്റ് ക്ലോത്ത്സും എല്ലാം ധരിച്ചു കണ്ട് പോവാൻ റെഡി ആയി നിന്നു. പക്ഷേ എന്ത് ചെയ്തു? ഇവളിനെ കൊണ്ടുപോയില്ല, സിൻഡ്രല്ലനെ കൊണ്ടുപോയില്ല. You can go when beggars hold a ball. അവളുടെ സിസ്റ്റേഴ്സ് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്?
You can go when beggars hold a ball. നിനക്ക് പ്രിൻസ് ബോൾ ഹോൾഡ് ചെയ്യുമ്പോഴല്ല നീ പോകേണ്ടത്, ബെഗേഴ്സ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് നീ പോകേണ്ടത് എന്ന് പറഞ്ഞു. Comb our hair, brush our shoes and make our buckles fast. We are going to the princess ball. ഞങ്ങളാണ് പ്രിൻസസ് ബോളിന്റെ അടുത്തേക്ക് പോകുന്നത്, അതായത് ബോളിലേക്ക് പോകുന്നത്, അതായത് ഒരു ഡാൻസ് പാർട്ടിക്ക് പോകുന്നത് ഞങ്ങളാണ്, അല്ലാതെ നീയല്ല എന്ന് പറഞ്ഞു. നീ ഞങ്ങളുടെ മുടിയൊക്കെ കെട്ടിത്താ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഷൂസ് ഒക്കെ ഒന്ന് കെട്ടിത്താ, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. When she heard this, Cinderella could not help crying, for she too liked to go to the party. ഇതൊക്കെ കേട്ടപ്പോൾ സിൻഡ്രലയ്ക്ക് ഭയങ്കര വിഷമായി, കരയാൻ തുടങ്ങി അവള്. കാരണം എന്താ, അവൾക്കും ഈ ഒരു പാർട്ടിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. She begged her stepmother to take her along. അവൾ അവളുടെ സ്റ്റെപ്പ് മദറിന്റെ അടുത്ത് കാല് പിടിച്ചു പറഞ്ഞു, എന്നെ കൂടി കൊണ്ടുപോയെന്ന് പറഞ്ഞു. What? You Cinderella? In all your dust and dirt, you want to go to the ball. You have no dress, no shoes. You want to dance? നിനക്കാണോ ബോളിൽ ഡാൻസ് ചെയ്യാൻ പോകേണ്ടത്? ഈ ഒരു ഡസ്റ്റും ഡേർട്ടും ഒക്കെ ഉണ്ടാവുമ്പോൾ നീ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? നിനക്ക് ഡ്രസ്സില്ല, ഷൂസ് ഇല്ല, എന്നിട്ട് നിനക്ക് ഡാൻസ് ചെയ്യണല്ലേ എന്ന് സ്റ്റെപ്പ് മദർ പറഞ്ഞു. She turned her back to Cinderella and hurriedly set out with her 2 proud daughters. എന്നിട്ട് അവള് പുറംതിരിഞ്ഞു പോയി, അതായത് പെട്ടെന്ന് തന്നെ അവളുടെ 2 ഡോട്ടേഴ്സിനായിട്ട് അവര് പോകാൻ തുടങ്ങി. When Cinderella lost sight of them, she felt very sad. She started crying. Tears rolled down her cheeks. She thought of her own mother. If my mother had been alive, she would have sent me to the ball. അവള് കരയാൻ തുടങ്ങി. അവൾക്ക് ആകെ വിഷമായി, എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് സിൻഡ്രല്ല കരുതി. Suddenly she heard a voice. പെട്ടെന്ന് തന്നെ അവളൊരു ഒരു ശബ്ദം കേട്ടു. You will certainly go to the ball. I'm your fairy godmother. നീ എന്തായാലും ഉറപ്പായിട്ടും നീ ബോളിലേക്ക് പോകും, ഡാൻസ് ചെയ്യാൻ പോകും. ഞാൻ നിന്റെ ഫെയറി ഗോഡ്മദർ ആണ് എന്ന് ഒരു വോയിസ് കേട്ടു. Cinderella turned around. സിൻഡ്രല്ല തിരിഞ്ഞു നോക്കി. She saw a fairy standing in front of her. ഒരു ഫെയറി, ഒരു നല്ല ഭംഗിയുള്ള ഒരു ഫെയറി അവളുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു. I am the queen of fairies, she said. I will send you to the ball. ഞാനാണ് ഫെയറീസിന്റെ ക്വീൻ, ഞാൻ നിന്നെ ബോളിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞു. Well, said her godmother, be a good girl and I will contrive that you shall go. നീ നല്ല കുട്ടിയായിരിക്കും, ഞാൻ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളാം എന്ന് പറഞ്ഞു. She went with Cinderella into her chamber and told her, run into the garden and bring me a pumpkin. നീ വേഗം പോയിട്ട് എനിക്കൊരു മത്തങ്ങ കൊണ്ടുവാ എന്ന് പറഞ്ഞു. Cinderella went immediately to gather the finest pumpkin she could get and brought it to the godmother. അവൾ പെട്ടെന്ന് തന്നെ പംകിനൊക്കെ പൊടിച്ചു കൊണ്ടെന്ന് ഗോഡ്മദറിനെ ഏൽപ്പിച്ചു. She could not imagine how this pumpkin could help her to go to the ball. അവൾക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഈ ഒരു പംകിൻ ഇവളെ സഹായിക്കുക എന്നുള്ളത്. The fairy waved a magic wand over the pumpkin. പെട്ടെന്ന് തന്നെ ആ ഫെയറി ഒരു മാജിക് വാൻഡ് പംകിന്റെ അടുത്തേക്ക് അങ്ങനെ വീശി. Suddenly the pumpkin changed into a red coach. Then the fairy said, you'll travel in this coach to the palace. പെട്ടെന്ന് തന്നെ ആ ഒരു പംകിൻ ഒരു കോച്ചായിട്ട് മാറി, റെഡ് കോച്ച്. നീ ഇതിലാണ് ഇനി മുതൽ പാലസിലേക്ക് പോകേണ്ടത്. We must have horses to draw it. ഞങ്ങൾക്ക് ഹോഴ്സസ് ഉണ്ടായിരിക്കും ഈ ഒരു ഇത് വലിക്കാൻ വേണ്ടിയിട്ട്. There is a mouse trap in the backyard of your house. നിന്റെ വീടിന്റെ ബാക്ക് യാർഡിൽ ഒരു മൗസ് ട്രാപ്പ് ഉണ്ട്. Bring it to me. അത് എനിക്ക് കൊണ്ടുവന്ന് താ എന്ന് പറഞ്ഞു. Cinderella went and brought the mouse trap. There were 6 mice in it. 6 mice ഉണ്ടായിരുന്നു അതിൽ. The fairy waved the magic wand over it and all the mice were turned into 6 white horses. ആ ഒരു ഫെയറി
മാജിക് വാൻഡ് വീശി കഴിഞ്ഞപ്പോൾ 6 വൈറ്റ് ഹോഴ്സസ് ആയിട്ട് മാറി. ഈ ഒരു മൈസ് എന്താണ്, എലി ഹോഴ്സ് ആയിട്ട് മാറി. Looking at the coach and the horses, the fairy said, "Now we have a coach to travel in and 6 horses to draw it. But we haven't any footmen. Go again to the garden and you'll find 6 lizards behind the watering pot. Bring them." When Cinderella brought the lizards, the fairy changed them into footmen. ഫുഡ്മൻ ഇല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞു, സിൻഡ്രലോട് ഗാർഡനിലോട്ട് പോയിട്ട് 6 ലിസാർഡിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഫെയറി ആ ഒരു ലിസാർഡിനെ എന്തായിട്ട് മാറി, ഫുട്മെൻ ആക്കിയിട്ട് മാറ്റി. ഫുട്മെൻ ബോർഡ് അറ്റ് ഹെർ. ദേ വോർ ബ്ലൂ ആൻഡ് യെല്ലോ ഡ്രസ്. അവർക്ക് ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. ബ്ലൂ ആൻഡ് യെല്ലോ ക്ലോത്ത്സ് ആയിരുന്നു അവർ ധരിച്ചിട്ടുണ്ടായിരുന്നത്. സിൻഡ്രല വാസ് വെരി ഹാപ്പി ടു സീ ദം. സിൻഡ്രലയ്ക്ക് ഭയങ്കര സന്തോഷമായി അവരെ കണ്ടപ്പോൾ. ബട്ട് ഷീ ബിക്കെയിം സാഡ് വെൻ ഷീ ലുക്ക്ഡ് അറ്റ് ഹെർ ക്ലോത്ത്സ്. പക്ഷേ അവൾക്ക് സന്തോഷമായിരുന്നു, പക്ഷെ ആ ഒരു ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ആകെ സങ്കടം തോന്നി. ബട്ട് ഐ കനോട്ട് ഗോ ഇൻ ദീസ് റാഗ്സ്. എനിക്കിതിൽ പോവാൻ പറ്റില്ലല്ലോ. ഐ വിൽ ഗിവ് യു വണ്ടർഫുൾ ക്ലോത്ത്സ്, ദ ഫെയറി സെഡ്. ഞാൻ നിനക്ക് നല്ല ഭംഗിയുള്ള ക്ലോത്ത്സ് തരാം. ദി ഫെയറി ടച്ച്ഡ് സിൻഡ്രല്ല വിത്ത് ഹെർ മാജിക് വാൻഡ്. ഫെയറി എന്ത് ചെയ്തു, ആ ഒരു മാജിക് വാൻഡ് കൊണ്ട് ഫെയറി സിൻഡ്രല്ലനെ ടച്ച് ചെയ്തു. Her rags changed into beautiful clothes of silk and yellow. There were diamonds in her hair and she wore 2 pretty glass shoes. Then the fairy said, "You can go to the ball now. But remember, the magic ends in 12 o'clock. You must return home before that time." സിൻഡ്രലയോട് പറഞ്ഞു. സിൻഡ്രലയ്ക്ക് നല്ല അടിപൊളി ക്ലോത്ത്സ് ഒക്കെ ആയി, ഡയമണ്ട്സ് ആയി, പിന്നെ എന്താണ്, പ്രെറ്റി ഷൂസ് ആയി. എന്താണ് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മാജിക് 12 o'clock എൻഡ് ചെയ്യും, അതിന് മുമ്പേ തിരിച്ചു വരണമെന്ന് സിൻഡ്രലയോട് ആര് പറഞ്ഞു, ആ ഒരു ഫെയറി ഗോഡ് മദർ. ഫെയറി ഗോഡ് മദർ പറഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ഇവന്റ്സ് നോക്കിയാലോ. Ella lived happily with her father and mother. Ella's mother died. Ella's father married a widow. Her daughters were proud and evil-minded. Ella's stepmother and daughters made her a servant. The prince of the country announced a party. He invited all the young women to the party. The stepdaughters planned to go for the ball. Cinderella also liked to attend the ball. They mocked her and did not allow her to go with them. Cinderella was very sad. She cried. She heard a voice. ബാക്കി എന്തായിരിക്കും, നമുക്ക് ഇവന്റ്സ് എഴുതി നോക്കിയാലോ. സെക്കൻഡ് പാർട്ടിലെ മെയിൻ ഇവന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. I am your fairy godmother and you will go to the ball. She made a red couch from the pumpkin. The 6 mice in the mousetrap turned into white horses. The fairy godmother turned the lizards into footmen. Cinderella's dirty clothes turned into beautiful clothes. There were diamonds in her head. She got 2 glass shoes. She had to reach her house before 12 o'clock. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ പാർട്ടിലെ മെയിൻ ഇവന്റ്സ്. അപ്പോൾ എല്ലാവരും ഇത് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാവരും ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.